ഹായ് ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഒരു സ്ലീവ് ഡിസൈനാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ സ്ലീവിന് വേണ്ടിയിട്ട് എടുത്തേക്കുന്ന തുണിയിൽ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ പേന കൊണ്ട് വരയ്ക്കുന്നത് റഫ് ക്ലോത്ത് ആയതുകൊണ്ടാണ്. നിങ്ങൾ ഫെയർ ക്ലോത്ത് ചെയ്യുമ്പോൾ ഒരിക്കലും പേന കൊണ്ട് വരയ്ക്കരുത്, പ്രത്യേകം ശ്രദ്ധിച്ചോണേ. നമ്മൾ ചോക്ക് കൊണ്ടോ അല്ലെങ്കിൽ മാർക്കർ പെന്നുകൊണ്ടോ, മാർക്കർ പെന്നല്ല മാർക്കർ പെൻസിൽ, അങ്ങനെ മാർക്ക് ചെയ്യാൻ പറ്റുന്ന പെൻസിലുണ്ട്, നമ്മുടെ ഗ്ലാസ് പെൻസിലൊക്കെ, അങ്ങനെയുള്ളത് എന്തുകൊണ്ടേലേ മാർക്ക് ചെയ്യാവുള്ളൂ. അപ്പോൾ നമുക്ക് ഡിസൈൻ ഒന്ന് വരച്ചു കൊടുക്കാം. ജസ്റ്റ് ഇതുപോലെയാണ് വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് വളഞ്ഞിട്ട്, അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടി പ്രത്യേകിച്ചൊരു പാറ്റേൺ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെയില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊന്ന് വരച്ചു കൊടുക്കാം. ജസ്റ്റ് ഒരു വളവ് ആ ഒരു ലൈന് വേണമെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ തമ്പനയിൽ കണ്ടില്ലേ, ആ ഒരു രീതിക്ക് ജസ്റ്റ് എങ്ങനെയും വരുന്ന രീതിക്ക് ഒന്ന് വരച്ചു കൊടുത്താൽ മതി. ഇതിന് ശരിക്കും ഇന്ന ഒരു രീതിയിൽ വേണം എന്നൊന്നുമില്ല. നിങ്ങൾക്ക് എങ്ങനെയാണോ വരയ്ക്കാൻ സൗകര്യം ആ രീതിക്ക് വരച്ചു കൊടുക്കാം. എന്നിട്ട് ആ ലൈനിൽ ഇതുപോലെ കുറച്ച് ശേഖരങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് സാധാരണ ഒരു മുകളിലേക്ക് ഇങ്ങനെ ഒരു ചെടി പോലെ പോണ പോലെ എങ്ങനെ തോന്നുന്നു ആ ഒരു രീതിക്ക് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഫ്ലവേഴ്സ് ചെയ്യാനായിട്ട് ഇതുപോലെ റൗണ്ട് ഒന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ടോപ്പിലും അതുപോലെ നമുക്ക് ശിഖരങ്ങൾ പോലെ വരച്ചേക്കുന്നിടത്ത് എല്ലാം നമുക്ക് ഇതുപോലെ ഫ്ലവേഴ്സ് വരച്ചു കൊടുക്കാം. അല്ലാതെ നമുക്ക് ഇടയ്ക്ക് ഗ്യാപ്പ് ഉള്ളിടത്ത് വേണമെങ്കിലും അങ്ങനെയും വരച്ചു കൊടുക്കാം കേട്ടോ. നമ്മൾ ഈ ഫ്ലവേഴ്സിൽ നമ്മൾ ഫ്രഞ്ച് നോട്ട് ഇട്ടിട്ടാണ് ഫ്ലവേഴ്സ് ചെയ്യണത്. സെൻറ്ററിൽ ഒരു ബീഡ് വെച്ചിട്ട് ഫ്രഞ്ച് നോട്ട് ഇട്ടിട്ട് നമ്മൾ ഫ്ലവേഴ്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി അപ്പോൾ നമുക്ക് ലീഫും കൂടെ ഒന്ന് വരുന്ന രീതിക്ക് ഒന്ന് വരച്ചു കൊടുക്കണം. അപ്പോൾ ചെറിയ ചെറിയ ലീഫുകളാണ് വരുന്നത്, വലിയ വലിപ്പമുള്ള ലീഫുകളൊന്നുമല്ല. അപ്പോൾ അതും കൂടെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ പറഞ്ഞ പോലെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, പേന കൊണ്ട് വരയ്ക്കരുത് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും അതായത് നമ്മുടെ ഗ്ലാസ് പെൻസിലോ അല്ലെങ്കിൽ ചോക്കോ പെട്ടെന്ന് മാഞ്ഞു പോലാത്ത എന്തെങ്കിലും കൊണ്ട് ഒന്ന് വരച്ചാൽ മതി. ഞാൻ എപ്പോഴും ഫ്രീ ഹാൻഡ് ആയിട്ടാണ് ഡിസൈൻസ് വരയ്ക്കണേ, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പാറ്റേൺ വരച്ചത് കാണിച്ചു തരണമെന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ടാണ് അതോട് ഉൾപ്പെടുത്തി നമ്മൾ വീഡിയോ ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിക്കാണ് നമ്മളുടെ പാറ്റേൺ വരുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് നോക്കിയാൽ മതിയാവും. അപ്പോൾ ഈ ഒരു രീതിക്ക് നമ്മൾ സ്ലീവിലേക്ക് ഒന്ന് വരച്ചെടുക്കുക, സ്ലീവിൻ്റെ തുണിയിലേക്ക്. ഇനി നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആങ്കർ ത്രെഡാണ് വേണ്ടത്. റെഡ് കളറും ഗ്രീൻ കളറും ആങ്കർ ത്രെഡ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഫ്ലവേഴ്സും ലീഫും ചെയ്യാൻ വേണ്ടിയാണ് എടുത്തേക്കുന്നത്. പിന്നെ ഷുഗർ ബീഡ്സ്, ഗോൾഡൻ്റെ ഷുഗർ ബീഡ്സും പിന്നെ കുറച്ച് വലുപ്പമുള്ള റൗണ്ട് ബീഡ്സും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതും വേണം. ഇനി ഇപ്പോൾ നമുക്കിത് തയ്ച്ചു കൊടുക്കാനായിട്ട് 2 തരത്തിലുള്ള നീഡിൽ വേണം. ബീഡ്സ് തയ്ക്കാൻ നീഡിൽ നമ്പർ 10 ആണ് എടുത്തേക്കുന്നത്. പിന്നെ നമ്മളുടെ ത്രെഡ് തയ്ക്കാൻ വേണ്ടി അത്യാവശ്യം ഹോൾ വലുപ്പമുള്ള ഒരു വലിയ നീഡിലുമാണ് എടുത്തേക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ എങ്ങനെയാണ് ചെയ്ത് കൊടുക്കണതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റെം പോലെ വരുന്നിടത്ത് നമുക്ക് ചെയ്ത് കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഷുഗർ ബീഡ്സ് ഒന്ന് തയ്ച്ചു കൊടുക്കുകയാണ് ചെയ്യണം കേട്ടോ. അതുപോലെ ശിഖരങ്ങൾ പോലെ നമ്മൾ കൊടുത്തെടുത്തും അതേ രീതിക്ക് തന്നെ ബീഡ്സ് കൊണ്ടാണ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്കിത് ബാക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് ഒന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബാക്ക് സ്റ്റിച്ച് ചെയ്യുന്നതുകൊണ്ട് അതുപോലെ നമ്മളുടെ ഒരു സ്റ്റെമ്മ് പോലെ പോണത് കുറച്ച് വളഞ്ഞിട്ടായതുകൊണ്ടാണ് ഞാനിപ്പം 3 ബീഡ് കൊണ്ട് ബാക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ നേരെ എന്നൊക്കെ ആണെങ്കിൽ നമുക്ക് 5 ബീഡ് വെച്ച് ചെയ്യാം ഷുഗർ ബീഡ്സ് ആകുമ്പം. ഇപ്പോൾ ഞാൻ 3 ബീഡ്സ് വെച്ചിട്ടേ കൊടുക്കുന്നുള്ളൂ, കാരണം നമുക്ക് ആ ഒരു വളവ് ഷേപ്പ് കിട്ടണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ 3 ബീഡ് വെച്ചിട്ട് ബാക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. പിന്നെ ഒരു കാര്യം കൂടി പറയാം, നിങ്ങൾ ഏത് കളർ ഡ്രസ്സാണോ എടുക്കുന്നത് അപ്പോൾ ആ ഒരു കളർ സെയിം കളർ ത്രെഡ് തന്നെ എടുക്കാനും ശ്രദ്ധിക്കണം. ഇപ്പോൾ ഞാനെപ്പോഴും ഫെയർ ആയിട്ട് ചെയ്യുന്നില്ലാത്തതുകൊണ്ടാണ് ഒരേ കളർ ത്രെഡ് എപ്പോഴും കാണിക്കുന്നത്. അത് നിങ്ങൾക്കൊരു സംശയം തോന്നിയിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്യരുത്. നിങ്ങൾ ഏത് കളർ ഡ്രസ്സാണോ എടുക്കണേ ആ ഒരു ക്ലോത്തിൻ്റെ സെയിം കളർ ത്രെഡ് തന്നെ എടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഒരു സ്റ്റെം ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആ ഒരു നല്ലൊരു ഡിസൈൻ നല്ലൊരു ഷേപ്പിൽ കിട്ടിയില്ലേ. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലവേഴ്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സെൻറ്ററിൽ ഇതുപോലെ ഒരു റൗണ്ട് ബീഡ്, നമ്മൾ എടുത്ത വലിയ ഒരു റൗണ്ട് ബീഡ് ഉണ്ടായിരുന്നല്ലോ, അത് നമുക്ക് ഇതുപോലെ സെൻറ്ററിലൊന്ന് വെച്ച് കൊടുക്കാം. അതിന് ശേഷം ഇതിൻ്റെ ചുറ്റും നമ്മൾ ഫ്രഞ്ച് നോട്ട് ഇട്ടിട്ടാണ് നമ്മൾ ഫ്ലവേഴ്സ് ഫില്ല് ചെയ്തെടുക്കണം കേട്ടോ. ഈ രീതിക്ക് നമ്മൾ ലോക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ സെൻറ്ററിൽ ബീഡ് കൊടുക്കുമ്പോൾ അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് 2 തവണ തയ്ച്ച് ബീഡൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഫ്രഞ്ച് നോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിതുപോലെ ത്രെഡ് ഒന്ന് സൂചിയിൽ കടത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രഞ്ച് നോട്ട് ഇടുന്നത് റെഡ് കളർ ആങ്കർ ത്രെഡ് എടുത്തിട്ടാണ് ചെയ്യണത്. അപ്പോൾ ഇത് നമുക്ക് ആങ്കർ ത്രെഡ് അല്ലാതെ സിൽക്ക് ത്രെഡിൽ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കറിയാമല്ലോ, എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ് എങ്ങനെയാണ് ഫ്രഞ്ച് നോട്ട് ഇടുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഇത് നോക്കി ചെയ്താൽ മതി കേട്ടോ. അതുപോലെ ഇതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ഫ്രഞ്ച് നോട്ട്സും അതുപോലെ റിംഗ് നോട്ട്സും അതുപോലെ ലോങ് ഫ്രഞ്ച് നോട്ടിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. സംശയമുള്ളവർക്ക് അത് നോക്കാവുന്നതാണ്. നമ്മുടെ ചാനൽ അല്ലെങ്കിൽ പേജ് ഒന്ന് ചെക്ക് ചെയ്താൽ മതിയാവും. അപ്പോൾ ഈ ഒരു രീതിക്കാണ് നമ്മൾ ഫ്രഞ്ച് നോട്ട് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ സൂചിയിൽ നൂലൊന്ന് 2 തവണ അല്ലെങ്കിൽ 3 തവണ വേണമെങ്കിൽ, കുറച്ചുകൂടെ വലിയൊരു ഫ്രഞ്ച് നോട്ട് വേണമെങ്കിൽ 3 തവണയാണെങ്കിലും ട്വിസ്റ്റ് ചെയ്യുക. എന്നിട്ട് ടൈറ്റ് ചെയ്ത് ഇതുപോലെ തന്നെ വലിച്ചു കൊടുക്കുക. അപ്പം ലൂസാക്കരുത്. ലൂസായി കഴിഞ്ഞാൽ റിംഗ് നോട്ട്സ് പോലെ ആയി പോകും. അപ്പോൾ ഈ ഒരു രീതിക്കാണ് നമ്മൾ ഫ്രഞ്ച് നോട്ട് ഇട്ട് ഫില്ല് ചെയ്യണത്. അപ്പോൾ നമുക്ക് ആ സെൻറ്ററിൽ ബീഡ് വെച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ അതിന് ചുറ്റും ഇതുപോലെ ഫ്രഞ്ച് നോട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് നല്ല ഭംഗിയായിട്ട് ഫ്ലവർ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ രീതിക്കാണ് നമ്മുടെ എല്ലാ ഫ്ലവേഴ്സും ഫില്ല് ചെയ്തെടുക്കുന്നത്.
ഇനി ഫ്ലവേഴ്സിന് നിങ്ങൾക്ക് വേറെ കളർ ത്രെഡ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ വേറെ കളർ ത്രെഡ് എടുക്കാം കേട്ടോ. റെഡ് തന്നെ വേണമെന്നൊന്നുമില്ല. പിന്നെ നമ്മൾ ചെയ്യുന്ന തുണി ഒരു യെല്ലോ കളർ തുണിയാണല്ലോ. അപ്പോൾ അതിൽ യെല്ലോയിൽ കൂടുതൽ സൂട്ടായിട്ട് പോകുന്ന ഒരു കളറല്ലേ റെഡ്. അപ്പോൾ ആ ഒരു രീതിക്ക് അങ്ങനെ എടുത്തതേ ഉള്ളൂ. നിങ്ങൾക്ക് വേറെ കളർ എടുക്കണമെന്നുണ്ടെങ്കിൽ വേറെ കളർ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ രീതിക്കാണ് നമുക്ക് ഫ്ലവേഴ്സ് ഒന്ന് ഫില്ല് ചെയ്തെടുക്കേണ്ടത്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് ലീഫും കൂടെ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അത്രയും നമ്മുടെ ഡിസൈൻസ് വരുന്നുള്ളൂ. നിങ്ങളുടെ എവിടെയൊക്കെ മഴയുണ്ടോ? ഇവിടെ നല്ല മഴയാണ് കേട്ടോ. കോട്ടയത്താണ് നമ്മൾ. അപ്പോൾ ഇവിടെ നല്ല മഴയാണ്. നിങ്ങൾക്ക് മഴയുടെ സൗണ്ടൊക്കെ വീഡിയോ ഡബ് ചെയ്യുന്ന കൂടുതലും കേൾക്കാവുന്നതായിരിക്കും അല്ലേ. നല്ല മഴയാണ് ഇവിടെ. നിങ്ങളുടെയൊക്കെ നാടുകളിൽ എങ്ങനെയാണ്? മഴ നല്ലപോലെ ഉണ്ടോ? നിങ്ങളൊക്കെ എവിടെ നിന്നാണ് വീഡിയോ കാണുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്ത് പറയണം കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്ലവേഴ്സും ഇതേപോലെ ഫില്ല് ചെയ്തെടുക്കണം. എല്ലാ ഫ്ലവേഴ്സും ഇതേപോലെയാണ് ചെയ്തെടുക്കുന്നത്. അതിന് ശേഷം നമുക്ക് ലീഫ് എങ്ങനെയാണ് ചെയ്യണതെന്ന് കൂടി നോക്കാം. അപ്പോൾ ഈ ഒരു രീതിക്ക് എല്ലാ ഫ്ലവേഴ്സും ഫില്ല് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ലീഫ് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ സെയിം നീഡിലാണ് എടുത്തേക്കണം. ആങ്കർ ത്രെഡ് കടന്നു പോകാൻ നമ്മൾ എടുത്തേക്കുന്നത് ആ ഒരു നീഡിൽ അത് തന്നെയാണ് എടുത്തേക്കണം. ഗ്രീൻ കളർ ഇതുപോലെ കോർത്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ലീഫ് എങ്ങനെയാണ് ചെയ്തെടുക്കണേന്ന് നോക്കാം. അപ്പോൾ ലീഫ് പല രീതിക്ക് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പമുള്ള രീതി ഏതാണെങ്കിൽ ആ രീതി ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന രീതിയിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ലീഫിൻ്റെ ടിപ്പിൽ നിന്ന് ഇതുപോലെ ഒന്ന് കുത്തിയെടുത്തിട്ട് സെൻറ്ററിലായിട്ടൊന്ന് താഴ്ത്തി കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ അതിൻ്റെ സൈഡിൽ നിന്ന് നമുക്ക് അതായത് ഓരോന്നിങ്ങനെ ഹൈറ്റ് കുറച്ച് കുത്തിയെടുത്തിട്ട് ഇതുപോലെ നമ്മൾ സെൻറ്ററിലേക്ക് തന്നെ താഴ്ത്തി കൊടുക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ ആ ഒരു രീതിക്ക് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ലീഫ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ബിഗിനേഴ്സിനൊക്കെ ആണെങ്കിൽ ഈ രീതിക്ക് തന്നെ ഫോളോ ചെയ്താൽ മതിയാവും. പിന്നെ അല്ലാതെ നമ്മൾ ഫ്ലൈയിങ് സ്റ്റിച്ചിലും അല്ലാതെ പല രീതിയിൽ നമ്മൾ ലീഫ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ബേസിക് എംബ്രോയിഡറീസിൽ നമ്മൾ ലീഫിൻ്റെ സ്റ്റിച്ച് കാണിച്ചിട്ടുമുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്ലേലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സംശയമുള്ളവർക്ക് ഒന്ന് കയറി നോക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതിനകത്ത് നമ്മൾ വേറെയും ബേസിക് എംബ്രോയിഡറീസിൻ്റെ വീഡിയോസ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കത് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഈ രീതിക്ക് നമുക്ക് ലീഫും കൂടി ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ യൂസ്ഫുൾ ആവുന്നുണ്ടെന്ന് എനിക്കറിയാം. കാരണം നിങ്ങൾ ചെയ്തിട്ട് ഫോട്ടോസൊക്കെ എനിക്ക് അയച്ചു തരാറുണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങൾ വീഡിയോ കാണുന്നവരെല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കണം. അപ്പം അതായത് നിങ്ങൾക്ക് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുള്ളവരായിരിക്കുമല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ട്രൈ ചെയ്തതിൻ്റെ ഫോട്ടോസെങ്കിലും എനിക്ക് അയച്ചു തരണം കേട്ടോ. അതുപോലെ ഫെയർ ക്ലോത്തിൽ ചെയ്യുകയാണെങ്കിൽ അതും അയച്ചു തരികയാണെങ്കിൽ നമ്മൾ വീഡിയോസിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ഇനിയും അത് കാണുന്നവർക്കും ചെയ്യാനായിട്ടൊക്കെ ഉള്ളൊരു പ്രചോദനമായിരിക്കും അത്. അപ്പോൾ ആ രീതി നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ അതിന് വേണ്ടിയിട്ട് നമ്മൾ വാട്സപ്പ് നമ്പറൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ചെക്ക് ചെയ്താൽ മതിയാവും കേട്ടോ. ഈ ഒരു രീതിക്ക് നമ്മൾ ലീഫും കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന ലീഫുകളെല്ലാം കംപ്ലീറ്റ് ആയിട്ടും ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ അത്ര വലിയ ഒരു ലീഫ് കൊടുക്കുന്നില്ല. ചെറിയ ലീഫുകളാണ് എല്ലാം തന്നെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇതൊന്ന് ഫില്ല് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡിസൈൻ കംപ്ലീറ്റ് ആയി. ഇതേ രീതിക്ക് തന്നെ നമ്മൾ അപ്പുറത്ത് വരച്ചതും ചെയ്തെടുക്കാം കേട്ടോ. സെയിം രീതിക്ക് രണ്ടും ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു രീതിക്കാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ ഔട്ട്ലുക്ക് നമുക്ക് കണ്ടല്ലോ. അത് കമ്പനിയിൽ കിട്ടിയേക്കുന്ന പോലെ തന്നെ നമ്മൾ ഭംഗിയായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറന്നു വരുത്. ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യണേ. അതുപോലെ യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു വരുത്. അപ്പോൾ ഇനിയും എന്തായാലും നല്ല വീഡിയോസൊക്കെ ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ടേക്ക് കെയർ. ബൈ. താങ്ക് യു.